നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശാസ്ത്രീയമായി കുറേ കാര്യങ്ങൾ നമ്മൾ അവലംബിക്കണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു മണ്ണ് പരിശോധന ഒന്ന്, രണ്ട് ഇതിനുപയോഗിക്കേണ്ട മിനറൽസ്, പിന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഓരോന്നും എന്താണ്, ഇതിൽ രാസവളം ഏതാണ്, മറ്റ് മിനറൽസ് ഏതാണ്, ജൈവവളം ഏതാണ്, ഉപയോഗിക്കേണ്ട കീടനാശിനികൾ ഏതാണ്, അതിൽ തന്നെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ഈ വാഴയ്ക്കും അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ, അതായത് വാഴക്കൊലയ്ക്കും ഒക്കെ പിന്നെ ദോഷകരമല്ലാത്ത കീടനാശിനികൾ വ്യാപകമായി ഇപ്പോൾ കിട്ടും. ജൈവ കീടനാശിനികൾ ധാരാളമായിട്ടുണ്ട്. അത് ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരല്പം ചിലവ് കൂടുതലാണെങ്കിലും നമുക്ക് ഭാവിയിൽ ദോഷങ്ങൾ ഉണ്ടാവാത്ത വിധത്തിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ആധുനിക കാലയളവിൽ അത് ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം, ഞാനിപ്പോൾ തന്നെ ഇത്തരം പിന്നെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയതിൻ്റെ കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം, കൊച്ചുനാളിൽ അച്ഛൻ നല്ല ഒരു കർഷകനായിരുന്നു. അപ്പോൾ അച്ഛനൊപ്പം കൃഷിയിൽ പങ്കാളികളാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഇടവേളയിൽ അതില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കൃഷി ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെയുള്ളവയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യത്തിൽ എന്നെ എൻ്റെ ഭാര്യയും സഹായിക്കുന്നുണ്ട്. ഭാര്യ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഈ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്ത. അപ്പോൾ അവരും എൻ്റെ കൂടെ ഈ കൃഷി കാര്യങ്ങളിൽ സഹായിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും കൂടെ കൂടാനും തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത് പഠിക്കാൻ, ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാനുള്ള പുതിയ രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ശ്രമിച്ചത്, വ്യാപകമായി ഇന്ന് നമുക്ക് ഈ യൂട്യൂബ് ചാനലുകളും അതുപോലെയുള്ള മീഡിയാസ് ഉണ്ട്. ആ മീഡിയാസിലൂടെ ലഭിക്കുന്ന അറിവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത്തരത്തിലുള്ള ഈ മീഡിയാസിലൂടെ ലഭിച്ച അറിവുകളിലൂടെയാണ് എൻ്റെ ഈ ആദ്യ സംരംഭം എന്ന് പറയുന്നത്. എനിക്കിനി ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും. ഇതിനെ കൂടുതലായിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിവുകൾ തരുന്ന ഇത്തരത്തിലുള്ള പിന്നെ സംരംഭങ്ങൾ അല്ലെങ്കിൽ മീഡിയാസ് അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി, അതോടൊപ്പം തന്നെ കൃഷി ശാസ്ത്രജ്ഞരുടെ, അതായത് കൃഷിഭവൻ പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട, അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന, അതിന് പ്രത്യേകിച്ച് കൃഷിയിൽ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല, പ്രായോഗികമായ രീതിയിൽ കൃഷി ചെയ്തു വന്ന് അനുഭവ സമ്പത്തുള്ള, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള വേണ്ടത്ര അക്കാദമിക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ വൻതോതിൽ കൃഷി ചെയ്ത് വൻതോതിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്.